ജന്മദിനം വെറും ഒരു സാധാരണ ദിവസമാണെന്ന് പറയുന്ന ചിലരുണ്ട് അല്ലേ? അവരുടെ ആ നിശബ്ദതയ്ക്ക് പിന്നിൽ എന്താണെന്ന് നോക്കാം. വെറുതെ ഓർക്കുന്നതല്ല, ശരിക്കും ഉള്ളിൽ തട്ടി ഒരു കുട്ടിയെപ്പോലെ. നിങ്ങൾ അവസാനമായി ജന്മദിനം അനുഭവിച്ചത് എപ്പോഴാണ്? ആ ഒരു നിസ്സംഗതയ്ക്ക് പിന്നിൽ പലപ്പോഴും പറയാത്തൊരു കഥയുണ്ടാവും. നിശബ്ദമായ ഒന്ന്. സൈക്കോളജിക്കലി ജന്മദിനങ്ങൾ ഒരു കണ്ണാടിയാണ്. ഒരു ദിവസം ശ്രദ്ധാകേന്ദ്രമാവുന്നത് നമുക്ക് എത്രത്തോളം ഓക്കെയാണ്? ആഘോഷങ്ങളിൽ നിന്ന് വളർന്നു മാറുന്നതും അതിൽ നിന്ന് ഒളിച്ചോടുന്നതും രണ്ടാണ്. ഇതിൽ ഏതാണ് നിങ്ങളുടേത്? ഈ നിസ്സംഗത ശരിക്കും ഒരു പ്രതിരോധമാണ്, ആവർത്തിച്ചുള്ള നിരാശകളിൽ നിന്ന് സ്വയം രക്ഷിക്കാനുള്ള ഒരു വഴി. ഇതിനെ വൈകാരികമായ സ്വയം സംരക്ഷണം എന്ന് പറയാം. കൂടുതൽ പ്രതീക്ഷിച്ചാൽ കൂടുതൽ വേദനിക്കും, അല്ലേ? അതായത് എനിക്കിതൊന്നും വേണ്ടെന്ന് നിങ്ങൾ പറയും, കാരണം ഒരുപക്ഷെ അത് കിട്ടില്ലെന്ന് ഉള്ളിന്റെ ഉള്ളില് ഒരു പേടിയുണ്ടാവും. എന്നാൽ എല്ലാവർക്കും ഇത് പേടികൊണ്ടല്ല. ചിലർക്ക് ഇത് സന്തോഷം കണ്ടെത്തലാണ്. ബഹളങ്ങളിൽ നിന്നൊഴിഞ്ഞ് സമാധാനത്തിലേക്കുള്ളൊരു മാറ്റം. കുട്ടിക്കാലത്തെ ആവേശം, യൗവനത്തിലെ ഉത്കണ്ഠ, പിന്നെ പക്വതയിലെത്തുമ്പോൾ കിട്ടുന്നൊരു സമാധാനം. അതാണ് മാറ്റം. അതായത് പുറമേയുള്ള പാർട്ടികളിൽ നിന്നും സമ്മാനങ്ങളിൽ നിന്നും നമ്മുടെ ഫോക്കസ് ഉള്ളിലെ സമാധാനത്തിലേക്ക് മാറുന്നു. പുറത്തുനിന്നുള്ള അംഗീകാരം വേണ്ട, സ്വന്തം മൂല്യങ്ങൾക്കനുസരിച്ച് ജീവിക്കുമ്പോൾ കിട്ടുന്ന ഒരു സംതൃപ്തിയുണ്ട്. അതാണീ നിശബ്ദത. പക്ഷേ ഈ സമാധാനത്തിനിടയിലും ആരെങ്കിലും ഓർക്കണമെന്ന ഒരു ചെറിയ ആഗ്രഹം ഒളിഞ്ഞിരിപ്പില്ലേ? അതാണ് മനുഷ്യന്റെ വൈരുദ്ധ്യം. നമുക്ക് ആരെയും വേണ്ടെന്ന് പറയും, പക്ഷെ ആരെങ്കിലും ശ്രദ്ധിക്കണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യും. എപ്പോഴും മറ്റുള്ളവരെ ഓർക്കുന്ന ചിലരുണ്ട് അല്ലേ? അവർക്ക് ആഘോഷങ്ങൾ ഒരു അസ്വസ്ഥതയാണ്. അതൊരു തരം വൈകാരിക ക്ഷീണമാണ്. അതുകൊണ്ട് ജന്മദിനം ഒരു നിശബ്ദ പരീക്ഷണമാണ്. ആരൊക്കെ ഓർക്കുന്നുണ്ട് എന്ന് നമ്മൾ അറിയാതെ നോക്കിപ്പോകും. അപ്പോ കാര്യം നിസ്സംഗതയല്ല, മറിച്ച് സന്തോഷവും ആത്മപരിശോധനയും ഒന്നിക്കുന്നതാണ്. എല്ലാം ഒച്ചപ്പാടോടെ ആവണമെന്നില്ലല്ലോ. ചുരുക്കത്തിൽ ഈ നിശബ്ദത ഒരു ശൂന്യതയല്ല, അതൊരു വളർച്ചയാണ്. ഒരുപക്ഷേ ഒരു തരം നന്ദി പറച്ചിൽ കൂടിയാണ്. എത്ര സ്വയം പര്യാപ്തരാണെന്ന് പറഞ്ഞാലും ഒരു ചെറിയ ഓർമ്മപ്പെടുത്തൽ എല്ലാവരും ആഗ്രഹിക്കും. നിങ്ങളുടെ ഒരു മെസ്സേജ് അവർക്ക് വലുതായിരിക്കും. നിങ്ങളൊരാഗ്രഹം പറയേണ്ടതില്ല, കാരണം നിങ്ങൾ തന്നെയാണ് ആ ആഗ്രഹം. അത് മാത്രം മതി ആഘോഷിക്കാൻ ഓരോ വർഷവും.